شاء الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? ഇതിൽ രണ്ട് ഹദീസാണ് പറഞ്ഞിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഹദീസ് എന്നുള്ളത് അൽബിർറു ഹുസ്നുൽ ഖുൽഖി വൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക വകരിഹത അൻ യത്തലിഅ അലൈഹി നാസ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ وما زاد الله عبدا بعفو إلا عزا وما تواضع أحد لله إلا رفعه الله عز وجل. നമുക്ക് തുടങ്ങാം. അതിനെ കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ. മാ നഖസത് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുകയില്ല. സദഖത്തുൻ നമ്മുടെ ദാനധർമ്മം, സദഖ എന്നുള്ളത് കുറയ്ക്കുകയില്ല. മിൻ മാലിൻ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒന്നും കുറയ്ക്കുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. അതേപോലെ തന്നെ ആരെങ്കിലും മാപ്പ് കൊടുത്താൽ, വിട്ടുവീഴ്ച ചെയ്താൽ അത് അവന് പ്രതാപമല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കുകയില്ല. അള്ളാഹു അവന് പ്രതാപം മാത്രമേ വർദ്ധിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. വമാ സാദല്ലാഹു, അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയില്ല. അബ്ദൻ ഒരടിമക്ക് ബിഅഫ്വിൻ വിട്ടുവീഴ്ച കൊണ്ട് അല്ലെങ്കിൽ മാപ്പ് കൊടുക്കൽ കൊണ്ട്, ഇല്ല ഇസ്സൻ പ്രതാപം, അതാണ് വർദ്ധിപ്പിച്ചു കൊടുക്കുക. വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹു അസ്സ വജൽ. വമാ തവാദഅ ഒരാൾ വിനയം കാണിക്കുകയാണ്, താഴ്മപ്പെടുകയാണ്. അഹദുൻ ലില്ലാഹ് അല്ലാഹുവിന് വേണ്ടി, ഇല്ലാ റഫഅഹു അല്ലാഹു അസ്സ വജൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും എന്നുള്ളതാണ്. ആരെങ്കിലും താഴ്ന്നു കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. ഇത് മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പേരെന്താണ്? പൂർണ്ണനാമം അബൂ ഹുറൈറ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അബ്ദുറഹ്മാൻ ബിൻ സഖർ. അദ്ദേഹം ഏത് ഗോത്രത്തിൽപ്പെട്ടതെന്ന് അറിയോ? അദ്ദേഹം ദൗസ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ എന്താണ് എന്റെ ഗോത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇഹ്ദി ദൗസൻ, ദൗസ് ഗോത്രത്തെ അല്ലാഹുവെ ഹിദായത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. എത്ര ഹദീസാണെന്ന് അറിയോ? പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 5374 ഹദീസുകളാണ്. 5374 ഹദീസുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നത് ഹിജ്റ 7-ാം വർഷമാണ്. ഹിജ്റ 7-നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 4 വർഷം മാത്രമാണ് അദ്ദേഹം പ്രവാചകന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത് ഹിജ്റ 11-നാണ്. അദ്ദേഹം ഹിജ്റ 7-ന് ഇസ്ലാം സ്വീകരിക്കുന്നു. ഹിജ്റ 11-ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നു. അപ്പോൾ 4 വർഷം മാത്രമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകന്റെ ഒപ്പം ജീവിക്കുവാൻ സാധിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠമുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ റമദാൻ മാസത്തിലൂടെ നമ്മൾ പോകുന്നത്, പലപ്പോഴും ഇപ്പോൾ അധികം നമ്മുടെ ക്ലാസ്സിൽ തന്നെ പ്രായമുള്ളവരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പലപ്പോഴും ഒരു മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ചിന്ത എന്നുള്ളത്, ഇത്ര കാലൊക്കെ ഇങ്ങനെ കണ്ട് പോയില്ലേ, പല നന്മകളും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന രൂപത്തിൽ ചിന്തിക്കുകയും എന്നിട്ട് ഇനിയിപ്പോ അങ്ങനെ കണ്ട് പോകട്ടെ എന്നുള്ള ചിന്ത. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിന് മുമ്പ് ഇസ്ലാമിൽ പല ഖൈറുകളും നടന്നിട്ടുണ്ട്, വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോ എന്താണ് പറയാ, ബദർ യുദ്ധം നടന്നു. അതിനുശേഷം ഉഹദ് യുദ്ധം നടന്നു. അതേപോലെ തന്നെ ഖന്തക് യുദ്ധം നടന്നു. ഇതിന്റെയൊക്കെ മുമ്പായിക്കൊണ്ട് മക്കയിൽ നിന്നുള്ള മദീനയിലേക്കും അതേപോലെ തന്നെ അബീസീനയിലേക്കുമുള്ള ഹിജറകൾ നടന്നു അല്ലെ. ഇസ്ലാമിൽ വലിയ വലിയ സംഭവങ്ങളാണ്. അപ്പൊ ഇവിടെ ഒന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല.
പക്ഷെ കിട്ടിയ സമയം അല്ലെ, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നെ പ്രവാചകന്റെ ഒപ്പം തന്നെ പറ്റിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മദീന പള്ളിയിൽ അദ്ദേഹം ബോധം കെട്ട് വീഴുന്നത് പോലും ഉണ്ട്. അപ്പൊ പ്രവാചകന് കിട്ടുന്ന സമയം അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മളെ തേടി എത്തണമെന്നില്ല. അപ്പോൾ അവസരങ്ങൾ കിട്ടുന്ന അവസരം അത് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇനിയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ ഹൈറുകൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഇനി നമ്മുടെ സമയത്ത് നമുക്ക് കാര്യം മനസ്സിലായതിനു ശേഷം ഇനി നമ്മളുടെ നന്മയിലെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അബൂ ഹുറൈറയുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പാഠം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വിഷയങ്ങളാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇതിൽ പറഞ്ഞത് ആദ്യമായി കൊണ്ട് പറഞ്ഞത് മാനഖസത്ത് സദഖത്തും മിൻ മാലി, നമ്മൾ സദഖ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സമ്പത്തിനെ കുറയ്ക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സദഖ കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, 70ഓളം പിശാചുക്കൾ നമ്മുടെ പിന്നാലെ കൂടുന്ന, നമ്മൾ ആ സദഖ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നാലെ നടക്കുന്നുള്ളത്. അപ്പൊ പിശാച് എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത് വരികയും എന്നിട്ട് പറയും, ഇപ്പൊ നിന്റെ അടുത്ത് 100 രൂപ ഉണ്ട്, നീ അതിൽ നിന്ന് ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ 10 രൂപ നിനക്ക് പോയി, ഇനി ബാക്കി 90 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിശാച് നമ്മളെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് നീ സദഖ കൊടുക്കണ്ട, സദഖ എന്ന് പറയുന്നത് അത് നിന്റെ സമ്പത്തിൽ നിന്ന് കുറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലാണ് പിശാച് നമ്മുടെ കൂടെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മുടെ മനസ്സിലും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സദഖ ചെയ്ത് അത് കുറയും എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത്. പക്ഷേ ദേഹേച്ഛയ്ക്ക് അടിമയല്ലാത്ത, ദേഹേച്ഛ പറയുന്ന അല്ലെങ്കിൽ പിശാച് പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചിരുന്നത്, ഇന്ന സദഖത ലാ തുൻഖിസുൽ മാൽ, സദഖ എന്ന് പറയുന്നത്, ദാനധർമ്മം എന്ന് പറയുന്നത് അത് നമ്മുടെ സമ്പത്തിനെ കുറയ്ക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് കുറയ്ക്കുന്നില്ലേ അല്ലെ, നമ്മുടെ സമ്പത്തിൽ നിന്ന് കുറച്ച് കുറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 2 രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വർദ്ധിപ്പിച്ചു തരും. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോ 100 രൂപ നമ്മൾ 10 കൊടുത്തു, ചിലപ്പോ ആ 10ന് പകരം അള്ളാഹു എന്ത് ചെയ്യും, അതിന്റെ ക്വാണ്ടിറ്റിയിൽ വർധനവ് തരും. ആ 10ന് പകരം ചിലപ്പോൾ അള്ളാഹു 100 തരും. അതാണ് ഒന്നാമത്തേത്. ഇനിയോ മറ്റൊരു രൂപത്തിലാണെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള നമ്മുടെ പൈസയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തരും. അപ്പൊ ചില വ്യക്തികൾക്ക് നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് കുറെ പൈസ ഉണ്ടാകും, പക്ഷെ അതിലൊരു ബർക്കത്തില്ല. പല ആവശ്യങ്ങൾക്ക് തന്നെ, തന്റെ ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. കുറെ സമ്പത്തുണ്ട്, കുറെ ശമ്പളമുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകും. അപ്പോ നമ്മുടെ സമ്പത്തിൽ ഒന്നില്ലെങ്കിൽ വർധനവ് ലഭിക്കും, അല്ലെങ്കിൽ ബർക്കത്ത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മുടെ സ്വതക്കകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാക്കുന്നത്. അതൊരിക്കലും കുറവുണ്ടാക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സബയിലെ 39-ാമത്തെ വചനം, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങൾ എന്തൊക്കെ ചെലവഴിച്ചാലും, എന്തൊക്കെ ദാനധർമ്മമായി കൊടുത്താലും, ഫഹുവ യുഖ്ലിഫുഹു, അള്ളാഹു എന്ത് ചെയ്യും, അതിന് പകരമായിക്കൊണ്ട് നൽകുമെന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞതാണ്, അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇതാണ് കേൾക്കേണ്ടത്. അല്ലെങ്കിൽ ദേഹേച്ഛ വരും, അതേപോലെ തന്നെ ശൈത്താൻ പിന്നാലെ കൂടും, പക്ഷെ അത് കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു പൈസ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഒരു തീരുമാനിച്ചു, ഇന്ന എത്ര പൈസ ഞാൻ കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ തോന്നുന്നത് അത്ര വേണ്ടിയത് കുറച്ചുകൂടി കുറയ്ക്കാം, അങ്ങനെ പിന്നെ ഇങ്ങനെ കുറച്ച് ഇനിയിപ്പോ വേണ്ടെന്നുള്ള രൂപത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന് വിട്ടു കൊടുക്കരുത് എന്നുള്ള വിഷയമാണ് ഈ ഹദീസിൽ നമുക്ക് ആദ്യമായി കൊണ്ട് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ളത് റമദാൻ മാസത്തിലാണ്. ഈ റമദാൻ മാസത്തെ പറ്റിയിട്ട് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് എന്താണ്, ഷഹറുൽ ജൂദി വൽ കറം, അതായത് നമ്മുടെ ദാനധർമ്മത്തിന്റെയും അതേപോലെ തന്നെ ആദരവ് നമ്മൾ ചെയ്യുന്ന ഒരു മാസമാണ് ഇത് എന്നുള്ളത്. അങ്ങനെ പറയാൻ കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ ധാരാളമായി കൊണ്ട് സദഖകൾ കൊടുത്തിരുന്നു, ദാനധർമ്മങ്ങൾ കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ അടുത്ത് വലിയ പൈസയൊന്നുമില്ല, എന്നാൽ കൂടി പ്രവാചകൻ ധാരാളമായി കൊണ്ട് സദഖകൾ, ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടിച്ചു വീശുന്ന കാറ്റ് എന്ന് പറയുമ്പോൾ ധാരാളം നല്ല സ്പീഡ് ഉണ്ടാകും.
അപ്പൊ ആ രൂപത്തിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിൽ സദക്കകളുടെ വിഷയത്തിൽ പ്രവാചകൻ ആ ഒരു ശ്രദ്ധ കാണിച്ചിരുന്നു. പ്രവാചകന്റെ സഹാബത്തും ആ രൂപത്തിലായിരുന്നു, താബിഈങ്ങളൊക്കെ ആ രൂപത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈ മാസത്തിന് ഈ ഒരു പ്രാധാന്യം, ഈ ഒരു പേര് തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? റമദാൻ മാസത്തിലാണ് ഇപ്പൊ ഉള്ളത്, അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോ ഈ ഒരു അവസാന 10ലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത്. 1000 മാസത്തേക്കാൾ ഉത്തമമായ, 1000 മാസം എന്ന് പറയുമ്പോൾ 83 വർഷങ്ങളാണ്, അത്രയും ഉത്തമം. അപ്പൊ ആ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതെന്താകും? 83 വർഷം നമ്മൾ ചെയ്തൊരു കൂലി കിട്ടും എന്നുള്ളതാണ്. അള്ളാഹു നമ്മോട് ചെയ്യുന്ന റഹ്മത്താണ്, കാരുണ്യമാണ്. ആ രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മാസം സക്കാത്ത് കൊടുക്കുന്നവരുണ്ട്, നമ്മുടെ സമ്പത്തിലെ സക്കാത്ത് കൊടുക്കുന്നവരുണ്ട്. കൃഷിയാണെങ്കിൽ കൃഷി, അതേപോലെ തന്നെ എന്താ പറയാ, വെള്ളി, സ്വർണം, നമ്മുടെ കറൻസി, അതേപോലെ തന്നെ കച്ചവട വസ്തുക്കൾ, ഇതിനൊക്കെ സക്കാത്ത് നമ്മൾ കൊടുക്കണം. ഇതിന്റെ എല്ലാ മൂല്യം നമ്മൾ കണക്കാക്കിക്കൊണ്ട് 595 ഗ്രാം വെള്ളി, അതിന് സമാനമായ പണം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഒരു വർഷം തികയുമ്പോൾ പണം നമ്മുടെ കയ്യിൽ ഉണ്ടാകുകയും എന്നിട്ട് ഒരു വർഷം തികയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വർഷം തികയുമ്പോൾ തന്നെ കൊടുക്കാം. ഇപ്പൊ മുഹറം 1-നാണ് നമ്മുടെ കയ്യിൽ എന്ത് വന്നത്? നിസാബ് എത്തിയൊരു സമ്പത്ത് വന്നത്. അപ്പൊ നമ്മൾ കണക്കാക്കുകയാണ്, അവിടെ നിന്ന് ഇങ്ങനെ കണക്കാക്കും. നമ്മുടെ ആ ഒരു ദിവസം മുതൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ശമ്പളം ഒക്കെ കണക്കാക്കുന്നു. അതിന് ചെലവ് പോകുന്നുണ്ടാവും, ചെലവ് നമ്മൾ കണക്കാക്കണ്ട. എത്രയാണോ പൈസ ഉള്ളത് ഇങ്ങനെ കണക്കാക്കുന്നു. എന്നിട്ട് അവസാനം അടുത്ത മുഹറം 1-ന് നമ്മൾ എന്ത് ചെയ്യണം? അത് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കണം. എന്നിട്ട് അത് നിസാബിൽ എത്തിയ സമ്പത്ത് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് 2,00,000 നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ അടുത്ത മുഹറം 1-ന് തന്നെ കൊടുക്കുക, അല്ലെങ്കിലോ നമുക്ക് അതിന് മുമ്പ്, ആ മുഹറം ഈ വർഷം തികയുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴും കൊടുക്കാന്നുള്ളതാണ്. ഇപ്പൊ റമദാൻ മാസത്തിൽ കൊടുക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ശഅബാൻ മാസത്തിൽ കൊടുക്കുന്നവരുണ്ട്. അപ്പൊ ആ രൂപത്തിൽ കൊടുക്കാം. അപ്പൊ റമദാൻ മാസത്തിലും അങ്ങനെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ ആ രൂപത്തിൽ കൊടുക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്വതക്കുകള്, സംഭാവനകൾ ആ രൂപത്തിൽ നമ്മൾ ഈ ഒരു മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു വിഷയം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞൊരു വിഷയം എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദക്കകൾ കൊണ്ട് നമ്മുടെ സമ്പത്തിന് കുറവ് വരുത്തുകയല്ല, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകും. ഒന്നില്ലെങ്കിൽ ആ ഒരു സമ്പത്തിൽ നമുക്ക് വർധനവ് നൽകും, അല്ലെങ്കിൽ ബർക്കത്ത് നൽകും എന്നത് മനസ്സിലാക്കണം. ഇതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ബിസ്സ. എന്താ പറഞ്ഞത്? ഒരു അബ്ദ്, ഒരു അടിമ, അവൻ വിട്ടുവീഴ്ച നൽകുകയാണെങ്കിൽ, പുറത്തു കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പ്രതാപമുള്ളവനാക്കും എന്നുള്ളതാണ്. ഒരു വ്യക്തി നമ്മോട് എന്ത് ചെയ്യാണ്? ഒരു അക്രമം ചെയ്യാണ്, നിന്റെ സമ്പത്തിൽ അക്രമം ചെയ്തു, അല്ലെങ്കിൽ നിന്റെ ശരീരത്തോട് അക്രമം ചെയ്തു, അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരോട് അക്രമം ചെയ്തു, അല്ലെങ്കിൽ നിനക്കുള്ള ഒരു എന്താണ് ഹക്ക്, നിന്റെ ഹക്കിൽ അവന് എടുത്തിട്ട് അക്രമം ചെയ്തു. അപ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സെന്ന് പറയുമ്പോൾ അല്ലെ, അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ വെറുതെ വിടൂല എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ മനസ്സ് എന്നുള്ളത്. അത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായിക്കൊണ്ടുള്ള മനസ്സാണ്. ഒരാൾ നമ്മളോട് അക്രമം ചെയ്യുമ്പോൾ ഇതിനെ നോക്കി നിൽക്കുക എന്നുള്ളത് എന്തല്ല, മനുഷ്യന് പറ്റുന്ന കാര്യമല്ല. അപ്പോ അവൻ എന്താണോ എന്റെ അവകാശത്തിൽ നിന്ന് എടുത്തിട്ട് അത് ഞാൻ തിരിച്ചു വാങ്ങും എന്നുള്ള ഒരു ഇത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മോട് അക്രമം ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് എന്ത് ചെയ്യാം? ആ രൂപത്തിൽ അവരോടും പെരുമാറാം. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫമൻ യഅ്തദ അലൈക്കും ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദ അലൈക്കും. നിങ്ങളോട് ഒരാൾ ഒരു അക്രമം ചെയ്തു കഴിഞ്ഞാൽ അവരോട് നിനക്ക് എന്ത് ചെയ്യാം? തിരിച്ചും അതേ രൂപത്തിൽ ബിമിസ്ലി മാ അഅ്തദ അലൈക്കും എന്നാണ്. നിങ്ങളോട് എങ്ങനെയാണ് ചെയ്തത് ആ രൂപത്തിൽ തന്നെ തിരിച്ചും ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം, സൂറത്തുൻ നഹ്ലിൽ കാണാം, വഇൻ അഖബതും ഫഅഖിബു ബിമിസ്ലി മാ അഖബതും ബി. നിങ്ങൾ ആരെങ്കിലും ശിക്ഷിക്കുക, നിങ്ങൾ ആരെങ്കിലും പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ അതിന് തിരിച്ചെന്തേക്കാം? ആ രൂപത്തിൽ തന്നെ കൊടുക്കാം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഓക്കെ, ഇസ്ലാമിൽ എന്തില്ല, അങ്ങനെ നമ്മൾ ഒരാൾ നമ്മൾ ആക്രമിക്കുമ്പോൾ തിരിച്ച് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? വിട്ടുവീഴ്ച കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അതാണ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പലപ്പോഴും പലരും മനസ്സിലാക്കുന്നത്, നമ്മളൊന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് തന്നെ പറയും, എന്താണ് നീ ഒരു നിന്ദ്യനാവുകയാണോ, നീ എന്താണ് വിട്ടുവീഴ്ച കൊടുക്കുക എന്നുള്ളത് അതൊരു നിന്ദ്യതയാണ് എന്നൊക്കെ നമ്മളോട് പറയും. പക്ഷെ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിലൂടെ പ്രതാപം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മളുടെ ഒരു വ്യക്തിക്ക് നമ്മൾ അഫ്വ് കൊടുക്കണം, വിട്ടുവീഴ്ച കൊടുക്കുകയാണെങ്കിൽ
അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീ വിട്ടുവീഴ്ച ചെയ്തതിന് അള്ളാഹു നിനക്ക് കൂലി തരും. അതേപോലെ തന്നെ നിന്റെ പദവി ഈ ദുനിയാവിലും പരലോകത്തും ഉയർത്തുന്നുള്ളതാണ്. ഇപ്പൊ രണ്ട് വിഷയങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂലി തരും, അതേപോലെ തന്നെ പരലോകത്തും ദുനിയാവിലും നമുക്ക് നമ്മുടെ ദറജ അള്ളാഹു സുബ്ഹാനഹു വ തആല അതേപോലെ തന്നെ പ്രതാപം അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയങ്ങൾ കൃത്യമായി കൊണ്ട് പറഞ്ഞുതരാം. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. 3 കാര്യങ്ങൾ എന്നിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലെ പല ഭാഗങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ആ രൂപത്തിൽ തന്നെ നമ്മൾ കാണണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു ഭാഗം അതാണ്, വമാ സഅദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം നടന്നു, വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅ. ഇനി നമ്മൾ പറഞ്ഞു വിനയം കാണിക്കുക. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തും എന്നുള്ളതാണ്. അപ്പൊ ഈ ഉയർച്ച കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവൻ വിനയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അവൻ അഹങ്കാരം നടിക്കാതെ അവന്റെ കുറവുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കുറഞ്ഞവനാണ്, ഞാൻ അങ്ങനെ വലിയ ഇതൊന്നുള്ള അങ്ങനെ ആളല്ല, നമ്മളെ പറ്റിയിട്ട് ആ രൂപത്തിൽ മനസ്സിലാക്കുന്ന നമ്മുടെ കുറെ ന്യൂനതകൾ നമുക്കുണ്ടല്ലോ, അത് മനസ്സിലാക്കി നമുക്ക് ഒരു അഹങ്കാരമില്ലാത്തൊരു സ്വഭാവം അത് ഉണ്ടാകുക, ഒരു വിനയം ഉണ്ടാകുക, ഒരു താഴ്മ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താകും? ഇവനെ ഉയർത്തും എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം താഴുന്നോ അത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ഉയരും എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ നേരത്തെ വിട്ടുവീഴ്ചയുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനെ അങ്ങനെ താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ തോന്നൽ എന്താ, ഇവിടെ എന്നെ കൊണ്ട് ഒന്നിനും പറ്റാത്തവനാണ് എന്നൊക്കെ ഒരു തോന്നല് മനുഷ്യന് ഉണ്ടാകുന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിനയം കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമ്മളെ ഉയർത്തും എന്നുള്ളതാണ്. ഇവിടെ വിനയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട്. വിനയം എന്ന് പറയുമ്പോൾ രണ്ട് വിഷയമാണ്. എന്താണ്? ഒന്ന് അള്ളാഹുവിനോട് തവാദു കാണിക്കുക, അള്ളാഹുവിനോട് വിനയം കാണിക്കുക. ഒരു ഇബാദത്താണ്, ആരാധനയാണ്. അപ്പൊ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിനയം കാണിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ചെയ്ത് തന്നിട്ടുള്ള നിഅമത്തുകൾ അതെടുത്ത് പറയുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ആ ഒരു മഹാത്മ്യം അതിന് മുമ്പിൽ വിനയം കാണിക്കുക. അല്ലെ, പലപ്പോഴും പലരും അഹങ്കരിക്കുകയാണ്. അതിന് ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിനയം കാണിക്കുക അതെന്താണ്? അതാണ് ഒന്നാമത്തെ വിനയം എന്ന് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി അവൻ ചെയ്യുന്ന വിനയം എന്നുള്ളത്, അതാണ് ഒന്നാമത്തെ വിനയം. ഇനി രണ്ടാമത്തെ വിനയം ഏതാ? തന്റെ കൂടെയുള്ള ആൾക്കാർ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അവരുടെ അടുത്ത് വിനയം കാണിക്കുക എന്നുള്ളതാണ്. അവരോട് വിനയം കാണിക്കുക. അവരോട് ഇങ്ങനെ ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടി നടക്കാതെ അവരോട് വിനയം കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് വിനയം കാണിക്കുന്നത്? പലരും വിനയം കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? പേടിച്ചുകൊണ്ട്, ഹൗഫൻ, അല്ലെങ്കിൽ മുദാറാത്തൻ, അവരോടൊന്നൊരു സോപ്പിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിനയം കാണിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പത്ത് എന്തെങ്കിലും കിട്ടാണ്ടാവും, അപ്പൊ ഇങ്ങനെ ആളുടെ പിന്നാലെ ഇങ്ങനെ നടക്കും, അല്ലെ, എന്തെങ്കിലും കാര്യങ്ങൾ നേടാണ്ടാവും, അപ്പൊ ഇങ്ങനെ വിനയം കാണിക്കും. അപ്പൊ അങ്ങനെയല്ല. നമ്മളെന്തിനാ വിനയം കാണിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി, മിൻ അജിലില്ല, അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിന്റെ അടിമകളോട് നമ്മൾ വിനയം കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉയർച്ച നൽകും എന്നുള്ളത്. അപ്പോൾ ഈ വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ഹദീസ് എന്ന് പറയുമ്പോൾ അതിൽ സ്വതക്കയുടെ, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുടെ, സംഭാവനകളുടെ ഒരു ഫളിലാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ നമ്മൾ നന്മകൾ ചെയ്യുക, മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിന്റെ ഒരു ഇതും അതേപോലെ തന്നെ നല്ല സ്വഭാവം, അതിന്റെ പ്രാധാന്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതാണ് ആദ്യത്തെ ഒരു ഹദീസിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, ഒരു മനുഷ്യൻ ഇവിടെ സദക്കയുടെ വിഷയം പറഞ്ഞല്ലോ. സദക്കയുടെ വിഷയം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, അസ്സദഖത്തു ബുർഹാനുൻ, അസ്സദഖത്തു ബുർഹാൻ, അഥവാ ദാനധർമ്മം തെളിവാണ്. അപ്പൊ എന്തിനുള്ള തെളിവാണ് ദാനധർമ്മം? നമ്മുടെ വിശ്വാസത്തിനുള്ള തെളിവാണ്, നമ്മുടെ വിശ്വാസത്തിന് തെളിവാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വിശ്വാസയാണോ എന്നറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സദക്കകൾ നോക്കിയാൽ മതി. നമ്മള് പണക്കാര്, സമ്പത്തുള്ളവരുടെ വിഷയമാണ് പറയണത്, തീരെ ഇല്ലാത്തവരുടെ വിഷയമല്ല. സമ്പത്തുണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ സദക്കകളില്ലെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ എത്രത്തോളം നമ്മൾ സദക്ക ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഈമാൻ ഉണ്ട്. എത്രത്തോളം കുറഞ്ഞോ നമ്മൾ ചെയ്യുന്നത് അത്രത്തോളം നമുക്ക് ഈമാൻ കുറവാണ്. കാരണം എന്താ? അവൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഒരു റബ്ബുണ്ട്, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് കൃത്യമായി കൊണ്ടുള്ള കൂലി തരും, പ്രതിഫലം തരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്? അത് വിശ്വാസിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ
പരലോകത്തെത്തുമ്പോൾ അവന്റെ സ്വതക്കയുടെ തണലിലായിരിക്കും എന്നുള്ളത്. അപ്പൊ ദാനധർമ്മങ്ങൾ ധാരാളമായി കൊണ്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇൻഷാ അള്ളാഹ്. ഇനി അടുത്തൊരു ഹദീസാണ്. സമയം ആയിട്ടില്ലല്ലോ, ബാക്കിയുണ്ടല്ലോ അല്ലെ? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? വേർഡ് മീനിങ് എന്ന് പറയുന്ന ഒരു ചാറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് കിട്ടാത്തത്? നിങ്ങൾ നോട്ട്സ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഇൻഷാ അള്ളാഹ് അടുത്ത ഹദീസിലേക്ക് പോകും. നമ്മൾ തുടക്കത്തിൽ ഇതിന്റെ വേർഡ് മീനിങ് പറഞ്ഞിരുന്നു. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറഞ്ഞേക്ക്. മൈന ഖസത്ത് സദഖത്തും മിൻ മാലി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. മൈന ഖസത്ത് സദഖത്തും മിൻ മാലി. നമ്മുടെ ദാനധർമ്മം സമ്പത്തിൽ നിന്നൊന്നും കുറയ്ക്കുകയില്ല എന്നാണ്. നഖസത്ത് നഖസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കുക. നഖസ കുറയ്ക്കുക. സദഖത്ത് എന്ന് പറഞ്ഞാൽ ദാനധർമ്മം. മിൻ മാലിൻ, മാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ധനം, സമ്പത്ത്. സമ്പത്തിൽ നിന്ന് ഒന്നും ദാനധർമ്മം കുറയ്ക്കുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ, വമാ സാദല്ലാഹു, അല്ലാഹു വർദ്ധിപ്പിക്കുകയില്ല. സാദ സിയാദത്ത്, സാദ യസീദു സിയാദത്ത് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക. അല്ലാഹു അബ്ദൻ, അബ്ദൻ അറിയാലോ, അടിമ. ബിഅഫുവിൻ, വിട്ടുവീഴ്ച. അഫു പറഞ്ഞാൽ വിട്ടുവീഴ്ച എന്നുള്ളതാണ് അഫു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇല്ല ഇസ്സൻ, ഇസ്സൻ എന്ന് പറഞ്ഞാൽ പ്രതാപം. വമാ തവാദഅ, തവാദഅ എന്ന് പറഞ്ഞാൽ വിനയപ്പെടുക. അഹദുൻ, ഒരാളും, ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി, ഇല്ലാ റഫഅഹു അല്ലാഹ്, റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തുക, ഉയർത്തുക, അവന്റെ പദവി ഉയർത്തുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഹദീസ്. അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. അടുത്ത ഹദീസിലേക്ക് പോകാലോ അല്ലേ? അടുത്തൊരു ഹദീസ് എന്നുള്ളത് അൽ ബിർറു ഹുസ്നുൽ ഖുൽഖി വൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്. ഇതിന്റെ ഒരു അർത്ഥം, അൽ ബിർറു എന്ന് പറഞ്ഞാൽ നന്മ. ബിർ എന്ന പദം അറബി ഭാഷയിൽ ബിർറുന്നുണ്ട്, ബിർറുന്നുണ്ട്, ബർറുന്നുണ്ട്. ബിർറ് പറഞ്ഞാൽ നന്മ, ബർറ് എന്ന് പറഞ്ഞാൽ കര, കടൽ കര എന്ന് പറയുമ്പോൾ കര എന്നുള്ളതാണ് ബർറ് എന്ന് പറയുന്നത്. ബുർറ് എന്ന് പറയുമ്പോൾ ഗോതമ്പ് എന്ന് അർത്ഥം. അപ്പൊ ബിർറ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിർറ് പറയുമ്പോൾ നന്മ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ബിർറ് എന്ന് പറയുമ്പോൾ നന്മ എന്നുള്ളതാണ്. അൽ ബിർറു, നന്മ എന്നുള്ളത് ഹുസ്നുൽ ഖുൽഖ്. ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം. ഖുൽഖ് എന്ന് പറഞ്ഞ സ്വഭാവം, ഹുസ്ന് നല്ല, നല്ല സ്വഭാവം. അപ്പൊ ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം എന്നുള്ളതാണ്. വൽ ഇസ്മു, ബിർറ് എന്ന് പറയുമ്പോൾ നന്മ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇസ്മ എന്ന് പറഞ്ഞാൽ, ഇസ്മ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് അഥവാ തിന്മ. മാ ഹാക ഫീ നഫ്സിക വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്. അൽ ഇസ്മ, തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ ഹാക ഫീ നഫ്സിക, നിന്റെ മനസ്സിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന, ഒരു ചൊറിച്ചിൽ ഉണ്ടാക്കുക. അതാണ് ഹാക്ക എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന. ഹാക്ക എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ ഉണ്ടാക്കുക. ഫീ നഫ്സിക, നിന്റെ നഫ്സിൽ, നിന്റെ ഹൃദയത്തിൽ എന്നാണ് അവിടെ അർത്ഥം. വകരിഹ്ത, കരിഹ യക്റഹു, കറാഹത്ത് എന്ന് പറഞ്ഞാൽ വെറുക്കുക. വകരിഹ്ത, വെറുക്കുക. അൻ യത്തലിഅ അലൈഹി നാസ്, വകരിഹ്ത വെറുക്കുക. അൻ യത്തലിഅ, ഇത്തലഅ യത്തലിഉ, ഇത്തലഅ യത്തലിഉ എന്ന് പറഞ്ഞാൽ കാണുക അല്ലെങ്കിൽ എത്തി നോക്കുക. അലൈഹി നാസ്, ജനങ്ങൾ അത് കാണുക എന്നുള്ളത് വെറുക്കും. അപ്പൊ ഇസ്മിനെ പറ്റി പറഞ്ഞത്, അപ്പൊ ഇവിടെ ഹദീസിന്റെ ഒരു അർത്ഥം, പൊതുവായിട്ടുള്ള അർത്ഥം എന്നുള്ളത് നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖാണ്, നല്ല സ്വഭാവമാണ്. വൽ ഇസ്മു, തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ ഹാക ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ ഒരു ചൊറിച്ചിൽ ഉണ്ടാകും അത് ചെയ്തു കഴിഞ്ഞാൽ. വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്, അതേപോലെ തന്നെ ജനങ്ങൾ കാണുന്നത് നിനക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് ഇസ്മ എന്ന് പറഞ്ഞ, തിന്മ എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയമാണ് ഈ ഒരു ഹദീസിലുള്ളത്. ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു ആണ്. നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു, ഇദ്ദേഹത്തിന്റെ ഒരു പേര് എന്നുള്ളത് നവാസ് ബിൻ സമആൻ ബിൻ ഖാലിദ് അൽ ആമിരി അൽ കിലാബി റളിയല്ലാഹു അൻഹു.
അൽ ആമിരി അൽ കിലാബി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. നവാസ് ബിൻ സമആൻ ബിൻ ഖാലിദ് അൽ ആമിരി അൽ കിലാബി റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം ഷാമുകാരനാണ്. അതേപോലെ തന്നെ പ്രവാചകന്റെ ഒപ്പം മദീനയിൽ 1 വർഷം അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം എന്തിനാണ് പ്രവാചകന്റെ ഒപ്പം 1 വർഷം നിന്നത്? മതം പഠിക്കാനാണ്. എന്താണ് മതം, മതവിഷയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവാചകന്റെ ഒപ്പം നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹം ഷാമുകാരനാണ്. പിന്നെ അദ്ദേഹം അസ്ഹാബു സുഫയിൽ പെട്ട വ്യക്തി കൂടിയാണ്. അസ്ഹാബു സുഫ നമുക്കറിയാലോ, മദീനയിൽ തന്നെ എന്താണ് ഇത്തരം ഇബാദത്തുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാറി നിൽക്കുന്ന, സാമ്പത്തികമായി കൊണ്ടും ഒക്കെ ദാരിദ്ര്യം നേരിടുന്ന കുറച്ച് സഹാബത്തായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ബാക്കി സഹാബത്ത് ചെയ്ത് അവർക്ക് ആ രൂപത്തിലായിരുന്നു പോയിരുന്നത്. അപ്പൊ അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, അസ്ഹാബു സുഫയിൽപ്പെട്ട വ്യക്തിയാണ് നവാസ് ബിൻ സമആൻ ബിൻ ഖാലിദ് അൽ ആമിരി അൽ കിലാബി റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് 17ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് 17ഓളം ഹദീസുകൾ ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഒരു സഹാബി ഈ ഒരു ഹദീസിന്റെ അർത്ഥത്തിൽ തന്നെ മറ്റൊരു റിവായത്ത് കൂടി നമുക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നവാസ് ബിൻ സമആനാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ വാബിസത്ത് ബിൻ മഅബദ് എന്ന് അറിയപ്പെടുന്ന ഒരു സഹാബി കൂടി ഇത് ഉദ്ധരിക്കുന്നുണ്ട്. വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്താ പറയാ, വളരെ മനസ്സിലോലമായ ഒരു, അങ്ങനെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തിയാണ് വാബിസ ബിൻ മഅബദ് റളിയല്ലാഹു അൻഹു. അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹം എന്താണ് പറയാ, അദ്ദേഹം ഒരു ദിവസം പ്രവാചകന്റെ അടുത്തേക്ക് എന്താണ് നന്മ, അൽ ബിർ എന്താണെന്ന് പ്രവാചകനോട് ചോദിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നുണ്ട്. പ്രവാചകന്റെ അടുത്തേക്ക് ഇദ്ദേഹം ബിർ എന്താണ് നന്മ എന്ന് ചോദിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തെ കണ്ടതോടുകൂടി നബി സല്ലല്ലാഹു അങ്ങോട്ട് പറഞ്ഞത്, അനിൽ ബിർ, നീ നന്മയെ പറ്റി ചോദിക്കാനാണല്ലേ വന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം വല്ലാതെ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു വിഷയമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് അറിയിച്ചു കൊടുത്തു. അപ്പൊ അനിൽ ബിർരി, നീ നന്മയെ പറ്റി ചോദിക്കാനല്ലേ വന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിറിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം തന്നെ. ഇസ്തഫ്തി ഖൽബക്, നീ എന്താക്കണം, നന്മ എന്ന് പറയുമ്പോൾ നീ നിന്നോട് തന്നെ ചോദിക്കുക, നിന്റെ ഹൃദയത്തോട് തന്നെ ചോദിക്കുക. അൽ ബിർറു മത്മഅന്നത് ഇലൈഹി നഫ്സു വത്മഅന്ന ഇലൈഹി ഖൽബു. നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വല്ലാത്ത സമാധാനമുണ്ട്, അതേപോലെ തന്നെ ഹൃദയത്തിൽ നല്ല ആശ്വാസം ഉണ്ടാകും അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ. അതാണ് ബിർറ്, നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഫിത്രത്ത് നൽകിയിട്ടുണ്ട്, അല്ലെ? ഒരു ഫിത്രത്ത്. അപ്പൊ ഒരു എന്താണ്, ഇസ്ലാമിലെ വിഷയങ്ങളൊക്കെ അറിയാത്ത വ്യക്തി തന്നെ അവൻ തന്നെ അറിയാം എന്ത്, കള്ള് കുടിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ കട്ടെടുക്കുക എന്നുള്ളത്, വ്യഭിചരിക്കുക എന്നുള്ളത്, ആ രൂപത്തിലുള്ള എല്ലാ വിഷയങ്ങളും തെറ്റാന്നുള്ളത് ഏത് മനുഷ്യനും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? അവർ ചിലപ്പോൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ആ രൂപത്തിലാണ് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ സ്വന്തത്തോട് ചോദിക്കുക, ഇത് നന്മ, എന്താണ് നന്മ എന്ന് പറയുമ്പോൾ സ്വന്തത്തോട് ചോദിക്കുക. അപ്പൊ മനസ്സിന് സമാധാനവും മനസ്സിന് വല്ലാത്ത ആശ്വാസവും കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നന്മ. വൽ ഇസ്മു, തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, മാ ഹാക ഫി നഫ്സി വതറദ്ദദ ഫി സദർ. തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാവും, ഒരു അടങ്ങറ്, ഒരു ഇടുക്കം, അല്ലെ? അത് അനുഭവപ്പെടുക. അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്, അത് തിന്മയാണ്. അപ്പൊ ഈ ഒരു അർത്ഥത്തിലുള്ള ഹദീസാണ് ഇത് എന്നുള്ളത്. അപ്പൊ ഇനി ഇതിലുള്ള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നന്മ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവമാണ് നന്മ എന്ന് പറഞ്ഞാൽ. അപ്പൊ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഒന്നുള്ളത്. ഇത് ഇസ്ലാമിന്റെ ഒരു എന്താ പറയാ, ഒരു അളവുകോലും തന്നെ പറയാം. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വിഷയമാണെങ്കിലും ഇത് അളവുകോലെ കൊണ്ട് ഇത് വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഈ ഒരു ഹദീസിൽ കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ 2 കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് നല്ല സ്വഭാവം, ഹുസ്നുൽ ഖുൽഖ്, അതേപോലെ തന്നെ ചീത്ത സ്വഭാവം, അൽ ഖുൽഖു അസ്സയ്യി. ഇത് രണ്ടിനും കൃത്യമായി കൊണ്ട് വേർതിരിച്ച് മനസ്സിലാക്കി തരികയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ ചെയ്യുന്നത്.
അപ്പോൾ ബിർറ് എന്നതിന് നമ്മൾ പറഞ്ഞു നന്മ എന്നുള്ളതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ എന്താ നമുക്ക് തന്നെ വല്ലാത്ത തൃപ്തി തോന്നുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ നന്മയും എന്താണ്, അതിനാണ് ബിർറ് എന്ന് പറയുക. അതേപോലെ തന്നെ അടുത്തതാണ് ഹുസ്നുൽ ഖുൽഖ്. ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നല്ല സ്വഭാവം ഉണ്ടാവുക. നല്ല സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താ, മനുഷ്യരോട് നല്ല രൂപത്തിൽ പെരുമാറുക. അതേപോലെ തന്നെ നമ്മുടെ മുഖം അതെപ്പോഴും പ്രസന്നമായിരിക്കുക. ആൾക്കാരൊക്കെ കാണുമ്പോൾ മുഖം ചുളിച്ചുകൊണ്ടല്ല, എല്ലാവരോടും നല്ല രൂപത്തിൽ ചിരിച്ച് ആ രൂപത്തിൽ നിലകൊള്ളുക. അതേപോലെ തന്നെ ഒക്കെ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവം നമ്മളാൽ ഉണ്ടാവാതിരിക്കുക. അതാണ് ഹുസ്നുൽ ഖുൽഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇസ്മ എന്ന് പറഞ്ഞു അല്ലെ, ഇവിടെ തിന്മ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ തിന്മയും, എന്തൊക്കെ തിന്മകളുണ്ടോ അതെല്ലാം ഇവിടെ ഇസ്മ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ തിന്മകളും എന്ന് പറയുമ്പോൾ അതിനൊരു പ്രയാസം നമുക്ക് ഉണ്ടാകുന്നുള്ളതാണ്. ഇനി ഇവിടെ പറഞ്ഞു മഹാക ഫി നഫ്സ്, മനസ്സിലൊരു ഒരു എന്താ പറയാ, ഒരു ചൊറിച്ചല്, മനസ്സിൽ ആ ഒരു വിഷയത്തിൽ ഒരു വിശാലത കിട്ടുന്നില്ല, അതുപോലെ തന്നെ സമാധാനം കിട്ടുന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശമാക്കുന്നത്. ഇനി ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില പാഠങ്ങളുണ്ട്, അതുകൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഈ ഒരു ഹദീസിൽ നിന്ന് കിട്ടുന്ന പാഠം എന്നുള്ളത്, നമുക്ക് ബിർറ് എന്ന് പറയുമ്പോൾ, നന്മ എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മാ ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി, അടിമയും തന്റെ റബ്ബും അവർക്കിടയിലുള്ളത്, റബ്ബും അടിമക്കും ഇടയിലുള്ള നന്മകൾ എന്നുള്ളത്. അതെന്താണ്? വഹുവൽ ഈമാനു വഫിഅലുൽ അവാമിർ, വിശ്വാസമാണ്, ഈമാനാണ്. അള്ളാഹുവിനോടുള്ള നന്മ എന്താ? അള്ളാഹുവിനോടും അടിമയും തമ്മിലുള്ള നന്മ എന്താണ്? ബിർറ് എന്താണ്? അത് ഈമാനാണ്, ഈമാനു ബില്ലാഹ്. വഫിഅലുൽ അവാമിർ, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ, പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങൾ അത് ജീവിതത്തിൽ പുലർത്തുക, അതാണ് അള്ളാഹുവിനോടുള്ള ബിർറ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് വിശ്വസിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. അപ്പൊ വിശ്വാസം അതെന്താണ്? അള്ളാഹുവിനോടുള്ള നന്മ എന്നുള്ളതാണ്. അൽ ബിർറു ലില്ലാഹ്, അള്ളാഹുവിനുള്ള ബിർറ് എന്ന് പറയുമ്പോൾ ഈമാന്, വിശ്വാസം, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക, ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ, പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ബിർറ് ഏതാ? മഅൽ ഖൽഖ്, അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള ബിർറ്, നന്മ എന്നുള്ളത്. അപ്പൊ അതിലെന്താണ്? എല്ലാ നല്ല സ്വഭാവവും അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു ഹദീസിൽ നമ്മോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, എവിടെയും എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം എന്നുള്ളതാണ്. നന്മ എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിലെ നന്മ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നന്മ എന്നുള്ളത് നല്ല സ്വഭാവമാണ്. ഇസ്ലാമിൽ എന്ത് വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ഒരു എന്താ പറയാ, മദാർ എന്ന് പറയും അറബിയിൽ, അതിന്റെ ഒരു അളവുകോൽ എന്നുള്ളത് എന്താണ്, നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കും, നല്ല സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ എന്താണ്? നല്ല സ്വഭാവത്തിന്റെ കാര്യങ്ങളാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിലക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെല്ലാം ചീത്ത സ്വഭാവത്തിന്റെ കാര്യങ്ങളാണ്, അതിന്റെ ഒരു ലിസ്റ്റിൽ വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നല്ല സ്വഭാവം ഉണ്ടാകുന്നതാണ്. അപ്പൊ നന്മകളിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ നന്മ എന്നുള്ളത് നല്ല സ്വഭാവം ആൾക്കാരോട് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യമായി കൊണ്ടതാണ് ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്നുള്ളത്, നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബക്കാരോട്, അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോട്, മക്കളോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, ഉസ്താദുമാരോട്, അതേപോലെ തന്നെ കൂടെയുള്ള പഠിക്കുന്ന ആൾക്കാരോട്, എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ, അതേപോലെ തന്നെ മൃഗങ്ങളോട്, എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ നമ്മൾ വർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം. ഇനി മറ്റൊരു പാഠം എന്നുള്ളത്, ഇസ്ലാമിൽ ഹൃദയത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഹൃദയത്തിന് വലിയ സ്ഥാനം ഇസ്ലാമിലുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഒരു ഇറച്ചി കഷ്ണമുണ്ട്, ഹൃദയമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇറച്ചി കഷ്ണം ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് നന്നായി കഴിഞ്ഞാൽ പിന്നെ ശരീരം എല്ലാം നന്നായി. ഇനി അത് കേടുവന്നാലോ എല്ലാം നാശം. അപ്പൊ ഖൽബ് എന്നുള്ളത് എന്താണ്? അത് വളരെ പ്രാധാന്യമുള്ള, ഇസ്ലാമിൽ തന്നെ, നമ്മുടെ മതത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ ഹൃദയം എന്നുള്ളത്. അപ്പൊ ഹൃദയത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുക, ഇത് ഞാൻ ചെയ്യണത് ശരിയാണോ? നമ്മുടെ മനസ്സിന് തന്നെ നമ്മൾ ചോദിക്കുക,
നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് ചില തെറ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പറ്റില്ലേ, അവനക്കൊരു മനസ്സുക്കുത്തില്ല എന്ന് ചോദിക്കാറുണ്ട്. അല്ലെ, അപ്പൊ അതെന്തുകൊണ്ട് കാരണം നമ്മൾ ചോദിക്കാൻ കാരണം എന്താ? അല്ലെ, മനസ്സിനെന്താണ് നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന് വല്ലാത്തൊരു ആശ്വാസം കിട്ടും. തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും എടുക്കവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ഇസ്ലാമിൽ എന്തുണ്ട്? ഹൃദയത്തിന് ഒരു പ്രാധാന്യമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തോട് ചോദിക്കുക, അത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് മറ്റൊരു വിഷയം എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, നമ്മുടെ ദീനിൽ പലപ്പോഴും പല വ്യക്തികളും മനുഷ്യന്മാരൊക്കെ എന്തെങ്കിലും നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ തരാം, ഭൗതികമായിക്കൊണ്ട് എന്തെങ്കിലും തരാം, ഇത്ര പൈസ തരാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം. അല്ലെ, ഒരു എന്താണ് ഒരു നോമ്പ് തുറ ഉണ്ടെങ്കിൽ അവിടെ എല്ലാവരും എത്തും. അല്ലെ, ഫുഡ് ഉണ്ട്. അതേപോലെ തന്നെ ക്ലാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാരെത്തും. അപ്പൊ ഭൗതികപരമായി കൊണ്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുക നേട്ടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ എത്തും. അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരണം, അതിന് ഒരു ഫൈനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ പെനാൽറ്റിയോ ശിക്ഷയോ വെക്കണം. അപ്പൊ ആൾക്കാർ ചെയ്യുന്നു. പക്ഷെ ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്ന അവന്റെ നന്മകൾക്ക് അവൻ തന്നെ പ്രചോദനം നൽകില്ല. അവന്റെ ദീനിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൽബിൽ നിന്ന് തന്നെ, ഉള്ളിൽ നിന്ന് തന്നെ ആഗ്രഹങ്ങളും ആ രൂപത്തിൽ നമ്മൾ കൃത്യമായിക്കൊണ്ട് അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന ബോധവും ആ രൂപത്തിൽ ജീവിക്കുന്നതാണ്. അപ്പൊ അവന് നന്മ കിട്ടിയാലും ആൾക്കാര് നല്ലത് പറഞ്ഞാലും ഇല്ലെങ്കിലും അവൻ നന്മ ചെയ്യും. കാരണം എന്താ? അവന്റെ ദീന് എന്നുള്ളത് അത് അവന്റെ കൽബിലാണ്, അവന്റെ ഹൃദയത്തിലാണ്. അപ്പോ മറ്റതിനൊന്നും നമ്മൾ കാത്തിരിക്കും. അപ്പൊ എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും നന്മയുടെ വിഷയത്തിൽ നമ്മൾ നന്മ ചെയ്യും, അതേപോലെ തന്നെ തിന്മയുടെ വിഷയത്തിൽ നമ്മൾ അത് ഒഴിവാക്കും. അതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദീനിൽ നിന്നുള്ളത്, ദീൻ എന്ന് പറയുന്നത് മനസ്സിനുള്ളിൽ വരേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് മറ്റൊരു പോയിന്റ് എന്നുള്ളത്. അതേപോലെ തന്നെ അപ്പൊ നമ്മൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഇത് നന്മയാണോ അല്ലേ? നമ്മുടെ സ്വന്തത്തോട് ചോദിക്കാം. അതേപോലെ തന്നെ ഒരു തിന്മ, എന്താണ് തിന്മയുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ചോദിക്കാം, മനസ്സിനോട് ചോദിക്കാം. അപ്പൊ മനസ്സിനൊരു സുഖമില്ല, ഒരു സുഖം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പൊ നമ്മൾ കൃത്യമായിക്കൊണ്ട് ചെയ്യുന്നത് എന്താ? മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക. മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ അത് ചെയ്യുക, അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയായ വ്യക്തിയുടെ ഹൃദയം എപ്പോഴും ഹലാലായ കാര്യങ്ങളോട് നല്ല സമാധാനം ഉണ്ടാവും. മുഅ്മിന്റെ സ്വഭാവം അതാണ്. ഹലാലായ കാര്യങ്ങളോട് അവന് വല്ലാത്ത സമാധാനവും ഉണ്ടാവും. ഹൃദയത്തിൽ നല്ല സമാധാനം ഹലാലായ വിഷയങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ ഹറാമുകളോടോ അവന്റെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടാകും. അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അവസാനമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം, ഒരു തിന്മ, അത് തിന്മയാണ് എന്നതിന്റെ രണ്ട് അടയാളങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഒരു തിന്മ ചെയ്യാൻ, അപ്പൊ അത് തിന്മയാണോ അല്ലേ? നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഒന്നാമത്തെ ഒരു അടയാളം എന്നുള്ളത്? തിന്മയാണെന്നുള്ളതിന്റെ അടയാളം എന്താ? ഖലിഖുൽ ഖൽബി വൾതിറാബുഹു, മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല, ഹൃദയത്തിലൊരു വല്ലാത്തൊരു പ്രശ്നം, പ്രയാസം. അതാണ് ഒന്നാമത്തെ അടയാളം. ഒരു ഇടുക്കം അനുഭവപ്പെടുക, ഇതൊരു മോശമല്ലോ, ഇത് ചെയ്ത് ശരിയല്ലോ എന്നൊരു തോന്നൽ. രണ്ടാമത്തതോ, ആൾക്കാർ അത് കാണുമോ, ഇത് ചെയ്യുന്നത് ആൾക്കാർ കാണുമോ എന്നുള്ളതിൽ ഒരു പ്രയാസം, ഒരു ചിന്ത, ഒരു വെറുപ്പ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നു, ഇതിന്റെ ആൾക്കാർ കാണുന്നത് എനിക്ക് വെറുക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് അടയാളങ്ങളാണ് ഈ ഒരു തിന്മയുടെ വിഷയത്തിൽ ഈ ഒരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹദീസിലുള്ളത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? മാഷാ അല്ലാഹ്. ഓക്കെ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി